മാർ തട്ടിൽ റോമിലെത്തി. കൂടെ യൂറോപ്പിലെ സീറോ മലബാർ സഭയുടെ അപ്പസ്തോലിക് വിസിറ്റർ മാർ സ്റ്റീഫൻ ചിറപ്പണത്തുമുണ്ടായിരുന്നു. ഊഷ്മളമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് റോമ എയർപോർട്ടിൽ കിട്ടിയത് എന്നാണ് പറയപ്പെടുന്നത്. വത്തിക്കാനിൽ അദ്ദേഹം കാര്യമായ സമയമൊന്നും ചിലവാക്കിയില്ല. ഇപ്പോൾ മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം അയർലൻഡിൽ ലാൻഡ് ചെയ്തു. മെയ് 11 ശനിയാഴ്ച നടക്കുന്ന നോക്ക് തീർത്ഥാടനം ഐറിഷ് മലയാളികളുടെ ഒരു സുപ്രധാന ആഘോഷ ദിനമാണ്. ഈ തീർത്ഥാടനത്തിൽ വിശിഷ്ട അതിഥിയായി മാർ തട്ടിൽ പങ്കെടുക്കും. എന്നാൽ അതിനു മുമ്പായി മെയ് 9 വ്യാഴാഴ്ച മേജർ ആർച്ച് ബിഷപ്പിൻ്റെ അധ്യക്ഷതയിൽ ഡബ്ലിനിൽ ഒരു രഹസ്യ യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ മാസ് സെൻറ്ററുകളിലെ ബ്രാഞ്ചുമാരെയും വൈദികരെയുമാണ് ഈ രഹസ്യ യോഗത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ഈ മീറ്റിങ്ങിന് പിറകിൽ പല ദുരൂഹതകളുമുണ്ട്. ഇതിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി പല സംശയങ്ങളും സന്ദേഹങ്ങളും അയർലൻഡിലെ സീറോ മലബാർ വിശ്വാസികൾക്കിടയിലുണ്ട്. അയർലൻഡിൽ ഒരു സീറോ മലബാർ രൂപത സ്ഥാപിക്കണമെങ്കിൽ അവിടുത്തെ ലത്തീൻ ബിഷപ്പുമാരുടെ അംഗീകാരം വേണമെന്നാണ് നിയമം. അതനുസരിച്ച് അവിടുത്തെ ലാറ്റിൻ ബിഷപ്പുമാരെ കണ്ട് സ്വാധീനിച്ച് ഒരു സീറോ മലബാർ രൂപത തട്ടിക്കൂട്ടുവാനുള്ള നീക്കങ്ങൾക്ക് ഈ യോഗത്തിൽ ധാരണയുണ്ടാകുമെന്നാണ് ഈ വിശ്വാസികൾ പറയുന്നത്. അയർലൻഡിൽ അങ്ങനെ ഒരു സീറോ മലബാർ രൂപത സ്ഥാപിക്കുന്നതിനെതിരെ ശക്തമായ എതിർപ്പാണ് മഹാഭൂരിപക്ഷം വിശ്വാസികൾക്കും. പക്ക ഒരു കൽതായ പക്ഷപാതിയാണ് മാർ ചിറപ്പണത്ത്. അതിലും വലിയൊരു തീവ്രവാദിയാണ് UK ശാമ്പിക്കൽ. ആ നിലയ്ക്ക് അവിടെ ഒരു രൂപത നിലവിൽ വന്നാൽ എറണാകുളം അതിരൂപതയിൽപ്പെട്ട വിശ്വാസികൾക്ക് നീതി ലഭിക്കില്ല എന്നൊരു വിശ്വാസം അവർക്കുണ്ട്. ചിറപ്പണത്തിൻ്റെ എറണാകുള വിരുദ്ധ നിലപാട് അത്രയ്ക്ക് കുപ്രസിദ്ധമാണ്. ഇത് ശരിക്കറിയാവുന്ന മനസ്സിലാക്കിയിരിക്കുന്ന ചിറപ്പണത്തും പ്രാഞ്ചിയേട്ടന്മാരും അതീവ രഹസ്യമായാണ് പല ഗൂഢപദ്ധതികളും ആസൂത്രണം ചെയ്യുന്നത്. യോഗത്തിൽ പങ്കെടുക്കുന്നവർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണവും താമസവും സംഘാടകർ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നറിയുന്നു. ഇതിനൊക്കെ വേണ്ടി ചിലവാക്കുന്ന പണം ജനം ദൈവത്തിന് കൊടുത്ത നേർച്ചക്കാശിൽ നിന്നാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, ഒരൽമായ നേതാവ് തനിനാടനോട് പറഞ്ഞു. ഒരു നക്കാപ്പിച്ച പോലും പള്ളിക്ക് പിരിവായി ജനങ്ങൾ കൊടുക്കാതിരുന്നെങ്കിലെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു പോകുന്നു അത്രേ. നോ, സാമ്പത്തിക നേട്ടത്തിലാണ് സഭാ നേതൃത്വത്തിൻ്റെ കണ്ണ് എന്ന് ഞാൻ പലപ്പോഴും ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. വിദേശങ്ങളിൽ രൂപതകളിൽ തുടങ്ങി വിശ്വാസികൾക്ക് ഇടച്ചങ്ങല ഇടുകയാണ് അവരുടെ ഉദ്ദേശം. പ്രാദേശിക സഭയോടും അവിടുത്തെ സമൂഹത്തോടുമൊപ്പം വിശ്വാസത്തിലും സാമ്പത്തിക ചൂഷണവും ഭിന്നതയുമില്ലാതെ സമാധാനമായി ജീവിക്കുന്ന ഒരു വിശ്വാസി സമൂഹമാണ് ഇപ്പോൾ അയർലൻഡിൽ നിലവിലുള്ളത്. ഈ സെറ്റപ്പിൽ നിന്നും സീറോ മലബാർ സമൂഹത്തെ അടർത്തിയെടുത്ത് ഇടവകകളും രൂപതയും ഉണ്ടാക്കുന്നത് കൊണ്ട് ആർക്കാണ് ഗുണമുണ്ടാകുക? ഐറിഷ് മലയാളികൾക്ക് പണച്ചിലവ് മാത്രം. പുതുതലമുറയ്ക്ക് ഒരു പ്രയോജനവും ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, ദോഷമുണ്ടാകുകയും ചെയ്യും. അങ്ങനെ ഒരു പുതിയ രൂപത കൊണ്ട് ആകപ്പാട് ഗുണമുണ്ടാകുന്നത് ഒരു മെത്രാനും ഒരു സഹായമെത്രാനും ഒരു പറ്റം കൽതായ വൈദികർക്കും മാത്രമാണ്. ഇവിടുത്തെ ലത്തീൻ സഭയുമായി ഒത്തൊരുമിച്ച് ഐക്യത്തോടെ പോകുന്നതാണ് എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് നല്ലത്. പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരി എന്നോട് ഫോണിൽ പറഞ്ഞു. സ്വാർത്ഥ ലാഭത്തിനായി വൈദികരും ബിഷപ്പുമാരും ജനങ്ങളെ ഭിന്നിപ്പിക്കുവാൻ ശ്രമിക്കുന്നു, ആ സഹോദരി കൂട്ടിച്ചേർത്തു. അയർലൻഡിൽ ജോലി ചെയ്യുന്ന പാലായിൽ നിന്നുള്ള ഒരു നേഴ്സാണ് താനെന്ന് അവർ എന്നോട് പറഞ്ഞു. ഈ യാത്രയിൽ മാർ റാഫേൽ തട്ടിൽ കൂടുതൽ സമയം അല്ലെങ്കിൽ കൂടുതൽ ദിവസങ്ങളും അയർലൻഡിലാണ് ചിലവഴിക്കുന്നത്. അതിന് പിറകിൽ തീർച്ചയായും ദുരുദ്ദേശമുണ്ട്. ചാൻസ് കിട്ടുമ്പോഴൊക്കെ ലത്തീൻ സഭയെ അവഹേളിക്കുന്ന തള്ളുമെത്താൻ അയർലൻഡിലെ ബിഷപ്പുമാർക്ക് ആപ്പ് തള്ളും എന്നുറപ്പാണ്. അവിടെ സീറോ മലബാർ രൂപത സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചാൽ ഏറ്റവും വലിയ ആപ്പ് തള്ളിക്കയറ്റുന്നത് അയർലൻഡിലെ സീറോ മലബാർ സമൂഹത്തിനായിരിക്കും. അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. രൂപത സ്ഥാപിക്കുക ഒരു ആദ്യ പടി മാത്രമായിരിക്കും, ഫസ്റ്റ് സ്റ്റെപ്പ്. ആർഭാടത്തിൻ്റെയും ധൂർത്തിൻ്റെയും ആനവാതിൽ തുറക്കുന്നത് അതോടെയാണ്. ഇന്നത്തെ മാസ് സെൻറ്ററുകൾക്ക് പകരം സ്വന്തം പള്ളികൾ വേണമെന്ന ഡിമാൻഡ് എവിടെ നിന്നോ പൊങ്ങി വരും. അതിന് പ്രാഞ്ചിയേട്ടന്മാരുടെ സപ്പോർട്ടുമുണ്ടാകും. വികാരി തീരുമാനിച്ചാൽ പുതിയ പള്ളികൾ പണിതിരിക്കും. പിന്നെ ഒരു മെത്രാസന മന്ദിരം വേണമെന്നുള്ള ഡിമാൻഡ്
എവിടെ നിന്നോ ഈ പറഞ്ഞ പോലെ പൊങ്ങി വരും. അതിൻ്റെ ഭാരവും നിർഭാഗ്യരായ അയർലൻഡ് വിശ്വാസികൾ ചുമലിലേറ്റേണ്ടി വരും. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മെത്രാൻ ഒരു കത്തീഡ്രൽ പള്ളി വേണമെന്ന ആഗ്രഹം, ആ ആഗ്രഹവും എവിടെ നിന്നോ പൊങ്ങി വരും. അതും വിശ്വാസികളുടെ പിടലിക്ക് ഇരിക്കും. ഭാഗ്യവശാൽ അയർലൻഡിലെ വിശ്വാസികൾക്ക് ഇപ്പോഴും സമയം വൈകിയിട്ടില്ല. അമേരിക്കയിലെയും കാനഡയിലെയും ആസ്ട്രേലിയയിലെയും ഒക്കെ ജനങ്ങൾ പെട്ടുപോയി. ഇനി രക്ഷയില്ല. ഊരാക്കുടുക്കുകളിൽ വീണ് കോടികളുടെ പൊതു കടബാധ്യത ചുമലിൽ വഹിക്കുന്നവരാണ് പാവം അവിടത്തുകാർ. തട്ടിൽ മെത്രാന് ഒരിക്കലും വിശ്വസിക്കാനാവുമെന്ന് കരുതുന്നില്ല എന്നാണ് എറണാകുളം സ്വദേശിയായ ഒരു അയർലൻഡുകാരൻ എന്നോട് പറഞ്ഞത്. അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമാണത്രേ അദ്ദേഹത്തിൻ്റേത്. കൽതായ അനുഭാവിയെന്നോ എറണാകുളം അനുഭാവിയെന്നോ നോക്കാതെ അയർലൻഡുകാരോട് മൊത്തമായി ഞാൻ പറയുകയാണ്, നോക്കിലെ സംഗമത്തിൽ മാർ തട്ടിൽ പറയുന്ന പഞ്ചാര വാക്കുകളിൽ മയങ്ങി അദ്ദേഹത്തിൻ്റെ കെണിയിൽ വീഴാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. അയർലൻഡിലെ മാമാങ്കം കഴിഞ്ഞ് തട്ടിലും സംഘവും വീണ്ടും റോമിലേക്ക് പറക്കും. അപ്പോഴേക്കും സ്ഥിരം സിനഡും അവിടെ എത്തിയിരിക്കും. പിന്നെ എന്തൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നത് എന്ന് ദൈവം തമ്പുരാൻ മാത്രം അറിയാം. താങ്ക് യു വെരി മച്ച്.